പ്രൊഫസർ റോണി കെ ബേബി, മനീഷ് തിവാരിയാണ് പറഞ്ഞത്. ആ പുസ്തകത്തിൽ വളരെ കൃത്യമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് 10 ഫ്ലാഷ് പോയിന്റ്സ് 20 ഇയേഴ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ. അത് കാര്യമായ ഒരു ഇടപെടൽ പിന്നീട് ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്ന് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. മാത്രവുമല്ല, അദ്ദേഹം പറഞ്ഞ ഒരു കാലം കൂടി വളരെ പ്രസക്തമാണ്. ഗ്രൂപ്പ് ഓഫ് 23 എന്ന് പറയുന്ന കോൺഗ്രസിൽ വലിയ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിനെതിരെ വലിയ വിപ്ലവം നടന്നിരുന്ന സമയത്താണ് ഈ പുസ്തകം പുറത്തിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ വാർത്താമാധ്യമങ്ങളിലടക്കം ഇടം പിടിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങയെ ഓർമ്മിപ്പിക്കുന്നില്ല അങ്ങയുടെ പ്രതികരണം. നമുക്ക് ഇതുപോലെയുള്ള ടെററിസ്റ്റ് ആക്രമണങ്ങളോ രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വരുമ്പോൾ രാജ്യത്തിനകത്ത് നിന്ന് മൈക്ക് വെച്ച് കിട്ടി പ്രസംഗിക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. ഇത് ഏത് പാർട്ടിക്കാരായിക്കോട്ടെ, ഏത് നേതാക്കളായിക്കോട്ടെ. പക്ഷെ രാജ്യാന്തര തലത്തിൽ പോകുമ്പോഴത്തേക്കുണ്ട് അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്, ചില നിയമങ്ങളുണ്ട്. ഈ മുംബൈ ടെററിസ്റ്റ് അറ്റാക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ആകെ കിട്ടിയ തെളിവ് എന്ന് പറയുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട NIA ഉദ്യോഗസ്ഥനുണ്ട്, അദ്ദേഹത്തിന് അറിയാം. നമുക്ക് അജ്മൽ കസബ് മാത്രമാണ്. അദ്ദേഹത്തിന്റെ ഭാഷാ പരിജ്ഞാനവും അദ്ദേഹത്തിന്റെ വിവര ഒക്കെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാവുന്നത്. അയാളെ ചോദ്യം ചെയ്യാവുന്ന തെളിവുകൾ വെച്ച് മാക്സിമം ചോദ്യം ചെയ്തു. കിട്ടാവുന്ന എവിഡൻസ് വെച്ച് ഈ പാകിസ്ഥാനിലേക്ക് കണക്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഗവൺമെന്റിലേക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു ഇൻഫർമേഷനും ഇല്ല. അയാൾക്ക് ആൾ കിട്ടിയ വിവരം എന്താ? അയാളുടെ വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യമായിരുന്നു, അയാൾക്ക് കുറച്ച് കാശ് തന്നേക്കാം, ബോംബെ തോക്കുമായിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അയാൾ തോക്കുമായിട്ട് ഇറങ്ങി വന്നു. അയാളെ നമ്മൾ എന്ത് ചെയ്തു? അയാളെ തൂക്കിലേറ്റി, അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചു, വധശിക്ഷ നടപ്പാക്കി. ചെയ്യാവുന്ന മാക്സിമം നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് ചെയ്തു. വളരെ കൃത്യമായി തന്നെ നമ്മൾ ഈ ചർച്ചകളിൽ ബന്ധപ്പെട്ട ആൾക്കാരെല്ലാം പറയുന്നുണ്ട്. നമ്മൾ അതിനുശേഷം NIAക്ക് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു മൻമോഹൻ സിംഗ് സർക്കാർ. നമ്മൾ ഇന്ത്യ ഗവൺമെന്റ് കൊടുത്ത ഇൻഫോർമേഷൻ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന തദാവ് റാണയും അതുപോലെ തന്നെ ഹെറ്റ്ലിയും അറസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഹെറ്റ്ലി നമുക്ക് വിട്ടുതരുന്നില്ല. അതിന്റെ പ്രശ്നം പറഞ്ഞു. ഡബിൾ ഏജന്റ് ആണ് അമേരിക്ക. ഇതിനകത്ത് നമ്മൾ പിന്നെ അമേരിക്ക നമുക്ക് വേണ്ടി വലിയ ഔദാര്യം ചെയ്തു എന്നും നമ്മൾ കരുതേണ്ടതില്ല. അവർ അവരുടെ ഇൻസ്റ്റൽ കൃത്യമായി ചെയ്തിട്ടുണ്ട്. ഇതിന്റെ മുഴുവൻ സൂത്രധാരൻ എന്ന് പറയുന്നത് ഈ മുംബൈ ടെററിസ്റ്റ് അറ്റാക്കിന്റെ മുഴുവൻ ഗൂഢാലോചനയുടെ ആളെന്ന് പറയുന്നത് ഈ ഹെറ്റ്ലിയാണ്. ആ ഹെറ്റ്ലിയെ നമുക്ക് കിട്ടിയാൽ നമുക്കത് വലിയ നേട്ടമാണ്. കാരണം അദ്ദേഹമാണ് ഈ പാകിസ്ഥാനുമായി ഡയറക്റ്റ് ബന്ധമുള്ള ആള്. ഈ റാണി ഒരിക്കലും പാകിസ്ഥാനിൽ പോയിട്ടില്ല. അദ്ദേഹം ഇന്ത്യയിൽ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയതല്ലാതെ. പക്ഷെ ഈ ഹെറ്റ്ലി എന്താ ചെയ്യുന്നത്? അദ്ദേഹം ഓരോ തവണയും അമേരിക്കയിൽ നിന്ന് ഇന്ത്യ വരുന്നു. ഇന്ത്യയിൽ നിന്ന് അദ്ദേഹം നേരെ പോകുന്നത് അമേരിക്കയിലേക്കാണ്, അല്ല പാകിസ്ഥാനിലേക്കാണ്. പലതവണ അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോയി. പുറത്തു നോക്കിയേ, അദ്ദേഹം ഈ പറയുന്ന അമേരിക്കയുടെ CIA-യുടെയും പാകിസ്ഥാന്റെ ISI-യുടെയും ഇടയിലുള്ള ഡബിൾ ഏജന്റ് ആണ്. അപ്പോൾ ഒരു കാര്യം നമ്മളോട് പറഞ്ഞു വെക്കേണ്ടത്, ഒരുപക്ഷെ അമേരിക്ക കൂടി അറിഞ്ഞാണോ ഈ ബോംബെയിലെ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നത് എന്നുകൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ NIA തലപ്പത്തുണ്ടായിരുന്ന ലോക്നാഥ് ബെഹ്റ, ഇവിടെ DGP ആയിരുന്ന ലോക്നാഥ് ബെഹ്റ ഹെഡ്ലിയെ അവിടെ പോയി ചോദ്യം ചെയ്തതാണ്. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് തന്നെ വളരെ കൃത്യമായ വിവരങ്ങൾ ഇവിടുത്തെ ഏജൻസികൾക്ക് ലഭിച്ചതാണ്. തഹാവൂർ റാണയുടെ പങ്ക്, ഒപ്പം കൊച്ചി അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ഗൂഢ പദ്ധതികളെ കുറിച്ചുള്ള വിവരങ്ങൾ ഹെഡ്ലിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ ലോക്നാഥ് ബെഹ്റയ്ക്ക് കിട്ടുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്ത് നടപടി എടുത്തു എന്നത് വളരെ പ്രസക്തമാണ്. അഡ്വക്കേറ്റ് ശ്രീ പത്മനാഭനിലേക്ക് ഒന്ന് പോകുകയാണ്. ശ്രീ പത്മനാഭൻ, ഞാൻ നേരത്തെ പറഞ്ഞത് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് ഇതിലുണ്ടായ നടപടികൾ അത് വളരെ തൃപ്തികരമായിരുന്നില്ല എന്ന് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തന്നെ, കോൺഗ്രസിന്റെ ക്യാമ്പിൽ നിന്ന് തന്നെ വിമർശനം ഉയർന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. എന്നെ കേൾക്കാമോ? കേൾക്കാം. അപ്പോ ഞാൻ ചില കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ NIA നിയമം കൊണ്ടുവന്നത് മൻമോഹൻ സിംഗ് സർക്കാരാണ്. NIA നിയമം, അതായത് ആ ഏജൻസി സ്ഥാപിക്കുന്ന നിയമം, ആ ദേശീയ അന്വേഷണ ഏജൻസിയുടെയുമായി കോൺഗ്രസ് സർക്കാർ ഒരു പ്രപ്പോസലായി വന്നപ്പോൾ സർവാത്മന പിന്തുണച്ചതാണ് BJPയും അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ലാൽകൃഷ്ണ അഡ്വാനിജിയും ഒക്കെ. നമ്മൾ പറഞ്ഞത് ഇന്ത്യയിൽ ഇത്തരത്തിൽ അമേരിക്കൻ FBI-യുടെ മാതൃകയിൽ ഒരു ഏജൻസി ആവശ്യമാണ്. ദേശീയ തലത്തിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളും തീവ്രവാദ ആക്രമണങ്ങളും തീവ്രവാദ പ്രവർത്തനത്തെയും പറ്റി അന്വേഷിക്കാൻ അതിനെ പൂർണ്ണമായി പിന്തുണച്ചു. ഒരാൾ പോലും BJPയുടെ ഭാഗത്ത് നിന്ന് അതിനൊരു സംശയം ഉയർത്തുകയോ അതിന്റെ എന്തെങ്കിലും ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അതിനെ എതിർക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ രണ്ടാം മോഡി സർക്കാർ NIA-യുടെ അധികാരങ്ങൾ വർദ്ധിപ്പിച്ചു. നേരത്തെ NIA-ക്ക് ഒരു കേസെടുക്കണമെങ്കിൽ IG ലെവലിലോ മറ്റോ ഉള്ള ഒരു ഉദ്യോഗസ്ഥന്റെ സാങ്ഷൻ വേണ്ടിയിരുന്നു. അത് ഒരു ഇൻസ്പെക്ടർ ലെവലിലേക്ക് എത്തിച്ചു. അതായത് ഇൻസ്പെക്ടറിന് കേസെടുക്കാനുള്ള അധികാരം കൊടുത്തു. ആ നിയമ ഭേദഗതിയെ കോൺഗ്രസ് അനുകൂലിച്ചതിലോ അവരെ എതിർക്കുകയല്ലേ ചെയ്തത്. നമ്മൾ തീവ്രവാദികൾക്കും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ രാജ്യത്തിന്റെ സമ്പദ്ഘടന തകർക്കാൻ ശ്രമിക്കുന്നവർക്കും എതിരെയുള്ള ഒരു ഏജൻസിക്ക് കൂടുതൽ അധികാരം കൊടുക്കുമ്പോൾ കോൺഗ്രസ് അതിനെ എതിർത്തു. ഇനി ഇവിടെ പാസ്പോർട്ട് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്.
ഇവിടെ ബാങ്ക് അക്കൗണ്ട് ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്, ഡ്രൈവിംഗ് ലൈസൻസ് ബന്ധിപ്പിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. എന്നാൽ വോട്ടർ പട്ടികയെ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമമായി മുന്നോട്ട് പോയപ്പോൾ അതിനെ എതിർക്കുന്നു. ആസാമിൽ NRC സുപ്രീം കോടതി പറഞ്ഞതാണ്, ആസാമിൽ NRC വേണം. ആ NRC എതിർക്കുന്നു. ബംഗ്ലാദേശിൽ ആധാർ കാർഡ് പരിശോധനയും മറ്റ് കാര്യങ്ങളും അവിടുത്തെ തൃണമൂൽ കോൺഗ്രസ് എതിരാണ്. കാരണം അവിടെ അവരുടെ ഒരു വോട്ട് ബാങ്കാണ് ബംഗ്ലാദേശികൾ. ആസാമിൽ ബംഗ്ലാദേശികളെ ആരാണ് പിന്തുണയ്ക്കുന്നത് എന്ന് നമുക്കറിയാം. ആസാമിലെ മിനി ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്നും ജയിച്ചു വന്ന MP ആണ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ ഞങ്ങൾ ഈ നിയമത്തെ, അതായത് വഖഫ് നിയമത്തെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് പ്രസംഗിച്ചത്. ആ പ്രദേശം മിനി ബംഗ്ലാദേശ് എന്നാണ് അറിയപ്പെടുന്നത്. അതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ച ആളാണ്. 10 ലക്ഷം ഖാൻ അങ്ങോര ഭൂരിപക്ഷം, 11 ലക്ഷം ഖാൻ അങ്ങോരാണ് പാർലമെന്റിൽ വന്നിട്ട് പ്രസംഗിച്ചത്. ഈ നിയമം ഞങ്ങൾ അതാണ് അമിത്ഷാ പറഞ്ഞത്. എന്താണോ പറയുന്നത്, ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമം അംഗീകരിച്ചേ പറ്റൂന്ന്. ഓർമ്മയുണ്ടല്ലോ ആ തർക്കം അവിടെ നടന്നത്. അപ്പൊ ഇനി ഞാനൊരു വലിയ തമാശ പറഞ്ഞു. ഈ സാക്കിർ നായിക് എന്ന് പറയുന്ന ഒരു വിദ്വാനുണ്ട്, ഇപ്പൊ ഒളിവില, ഇന്ത്യയിലില്ല, പുറത്താ, ജീവനം കൊണ്ട് ഓടിയത് അവിടുന്ന്. അന്താരാഷ്ട്ര ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഒരു ശക്തമായ കണ്ണിയാണ്. ഈ മനുഷ്യനെ കൊണ്ട് മുസൂരിയിലെ സിവിൽ സർവീസ് ട്രെയിനികൾക്ക് IAS, IFS, എന്താ പറയാ, IRS, IPS ഈ ഉദ്യോഗസ്ഥന്മാരാവാൻ പോകുന്ന ട്രെയിനികൾക്ക് ക്ലാസ് എടുപ്പിച്ചിട്ടിരുന്നോ? ദിഗ്വിജയ് സിംഗ് മുൻകൈ എടുത്തിട്ട് UPA സർക്കാരിന്റെ കാലത്ത് ഈ കൊടും തീവ്രവാദി മുസൂരിയിലെ ട്രെയിനിങ് ക്യാമ്പിൽ ക്ലാസ് എടുത്തിരുന്നോ ഇല്ലയോ? ഉണ്ടെന്നുള്ളത് സത്യമല്ലേ? ഈ സാക്കിർ നായിക് അവിടെ ക്ലാസ് എടുത്തതല്ലേ? അപ്പോ എവിടെ ആരാണ്, എന്താ തെറ്റ്, എന്താ കുഴപ്പം? ഇവിടെ ആരാ കുഴപ്പമുണ്ടാക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പോ കാനഡിയൻ പാസ്പോർട്ടുമായി ആളുകൾ ഇന്ത്യയിലേക്ക് വരുന്നത് എളുപ്പമായ ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് കാനഡയിൽ ഇന്ത്യ വിരുദ്ധർ അജ്ഞാതരെ വെടിയേറ്റ് മരിക്കുകയാണ്. ഇന്ന് കാനഡയിൽ ഇന്ന് ലോകത്തിന്റെ ഏത് കോണിലും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നവൻ ഭീതിയിലാണ് ജീവിക്കുന്നത്. ഭീതി പണ്ട് ഇസ്രയേലിന്റെ കാര്യത്തിൽ മാത്രം, അല്ലെങ്കിൽ അമേരിക്കന്റെ കാര്യത്തിൽ മാത്രമേ അത് സംഭവിക്കാറുണ്ടായിരുന്നു. ഇന്ന് ഇന്ത്യയുടെ കാര്യത്തിലും അങ്ങനെ സംഭവിക്കും. ലോകത്തിന്റെ ഏത് കോണിൽ ജീവിക്കുന്നവനും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തുമ്പോൾ അവനൊരു ഭീതിയുണ്ട്, എന്റെ പിന്നാലെ ആരോ ഉണ്ട്. ഈ ഒരു കാലഘട്ടത്തിന്റെ ഒരു ആറ്റിറ്റ്യൂഡിന്റെ മാറ്റമാണ്. അപ്പോ നിങ്ങൾ ഒരു കൈ കൊണ്ട് പ്രോത്സാഹിപ്പിക്കുകയും മറു കൈ കൊണ്ട് തടയുകയും ചെയ്താൽ അത് നടക്കൂല. ഇതൊരു ഫുൾ ഫ്ലെഡ്ജ്ഡ് വാറാണ്. ടെറർ ആക്ടിവിറ്റി, ടെററുമായിട്ടുള്ള വാർ, ഇത് എല്ലാ ടെററിനും. ഇപ്പൊ അമിത്ഷാ പാർലമെന്റിൽ പറഞ്ഞല്ലോ, 2026 മാർച്ച് 31 മുമ്പായി നക്സലിസത്തെ തകർക്കും, മാവോയിസത്തെ തകർക്കും. കൃത്യമായ ഒരു ഡേറ്റ് പറഞ്ഞല്ലോ, 2026 മാർച്ച് 31. അതിനു മുമ്പായി മാവോയിസത്തെ തകർക്കുമെന്ന് പറഞ്ഞു. അപ്പോ ഇതാണ് ആറ്റിറ്റ്യൂഡ്. സുരക്ഷാ സേന, പട്ടാളം എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു, ഇത്രയേറെ സ്വാതന്ത്ര്യം കിട്ടിയ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. അപ്പോ ഈ ഒരു മാറ്റമാണ് ഇന്ന് രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മാറ്റത്തിൻ്റെതായ ഗുണം ഇന്ന് രാജ്യത്തുണ്ട്. ഇന്നിപ്പോ എന്താ ബോംബ് പൊട്ടാത്തത്? ഇന്ന് വാരാണസിയിൽ ബോംബ് പൊട്ടുന്നില്ല, ഉത്തർപ്രദേശിലെ കോടതികളിൽ ബോംബ് പൊട്ടുന്നില്ല, ജയ്പൂരിൽ ബോംബ് പൊട്ടുന്നില്ല, ഹൈദരാബാദിൽ ബോംബ് പൊട്ടുന്നില്ല, മാലേഗാവിൽ ബോംബ് പൊട്ടുന്നില്ല, ബോംബെയിൽ ബോംബ് പൊട്ടുന്നില്ല, ഡൽഹിയിൽ ബോംബ് പൊട്ടു. ഇന്നിപ്പോ എന്താ ബോംബ് പൊട്ടാത്തത്? ഇന്നിപ്പോ കാശ്മീരിൽ ബോംബ് പൊട്ടുവോ? ത്രിവർണ പതാകയും ത്രിവർണ നിറമുള്ള വൈദ്യുതി ലൈറ്റുകളും മിന്നിത്തിളങ്ങുകയാണ് ലാൽ ചൗക്കിൽ. ഒരു കാലത്ത് പാകിസ്ഥാൻ പതാകയായിരുന്നു ലാൽ ചൗക്കിൽ അവിടെ പാറിയത്. ഇന്ന് ലാൽ ചൗക്കിലോ കാശ്മീരിൽ എവിടെയെങ്കിലോ പാക് പതാക ഉയർത്താൻ ആർക്കും ധൈര്യമുണ്ടോ? ധൈര്യമില്ലാതെ മാത്രമല്ല, അവിടത്തെ ചെറുപ്പക്കാര് ത്രിവർണ പതാകയുമായി അവരുടെ വീടുകളുടെ മുകളിലൊക്കെ ഉയർത്തുന്നു. സ്വാതന്ത്ര്യ ദിനത്തിനും റിപ്പബ്ലിക് ദിനത്തിനും ചെറിയ കുട്ടികളും വൃദ്ധന്മാരും അടക്കം റാലി നടത്തുന്നു. കാശ്മീർ മാറിപ്പോയില്ലേ ആ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞപ്പോ? അപ്പോ ഈ മനോഭാവവും ഈ ആറ്റിറ്റ്യൂഡും ചെയ്തിരിക്കും എന്ന ഒരു ദൃഢനിശ്ചയവുമാണ് ഈ മാറ്റത്തിന്റെ പിന്നിൽ. യെസ്, പ്രൊഫസർ റോണി കെ ബേബി, അങ്ങയുടെ ഓർമ്മയിലേക്ക് ശ്രീ പത്മനാഭൻ സർ പറഞ്ഞു വെച്ച് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടി പറയുകയാണ്. അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് അവിടെ മഞ്ഞ് വാരി കളിക്കാൻ സൗകര്യമൊരുക്കിയത് കേന്ദ്ര സർക്കാരാണ്. അവിടെ ഈ 370 നിലനിൽക്കുന്ന സമയത്ത് അവിടെ പോകാൻ കഴിയുമായിരുന്നു എന്നത് ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്.